നമസ്കാരം. ഇന്നേ നമ്മുടെ വീടുകളിലെല്ലാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ഒരു തൃപ്തരായിട്ടല്ല ജീവിക്കണേ അല്ലേ? ഇത് പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ പറയുന്ന ആളായിട്ടൊന്നും എന്നെ കണക്കാക്കരുത്. എങ്കിലും ഞാൻ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതങ്ങളിലും ഒക്കെ കാണുന്ന ഓരോ സംഭവങ്ങളെ ഓർത്തിട്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. മിക്കവരും തന്നെ അവരവരുടെ കുടുംബജീവിതത്തിൽ സംതൃപ്തരല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കും. പരസ്പരം പറയാനോ പരസ്പരം മിണ്ടാൻ തന്നെ ആദ്യകാലങ്ങളിൽ നല്ല സ്നേഹത്തോടെ ഇരുന്നിട്ട് പിന്നെ പിന്നെ കുറച്ച് വർഷങ്ങളാകുമ്പോൾ ഒരു മടുപ്പ്, പറയാനെല്ലാം ഒരു മടി, ഒരു ഇഷ്ടമില്ലായ്ക ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ, മിക്കവരുടെയും തന്നെ ജീവിതത്തിലുണ്ട്. എല്ലാവരുടെയും നല്ല മിക്കവരുടെയും തന്നെ ജീവിതത്തിലുണ്ടാകാറുണ്ട്. ഞാൻ ആലോചിച്ച ശേഷം എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാട്ടോ ഇത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കേട്ടെടുത്തോളം ഈ അറബ് രാജ്യങ്ങളിലൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ വേറെ വിടും എന്ന് പറയുന്നത്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ പോയി താമസിക്കുമ്പം അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്നേഹങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അവർക്ക് പ്രകടിപ്പിക്കാൻ ആ മക്കൾക്ക് ഒരു അവസരമുണ്ട്. അവരവരുടേതായ ഒരു ജീവിതത്തിലേക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും വേറൊരു വ്യക്തിനെ മനസ്സിലാക്കാനും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാകാനും ഒക്കെ കാരണമാകും. എന്നാൽ നമ്മളൊരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മകൻ, മരുമകൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ പറയാൻ പറ്റില്ല. കാരണം അവരെന്ത് വിചാരിക്കുമെന്ന് ഓർക്കും. അച്ഛനമ്മമാർക്ക് ഈ കുട്ടിയോട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. മകനാണെങ്കിലും എന്താ ചെയ്യേണ്ടത്, ഇവരുടെ ഇടയ്ക്ക് കിടന്നിട്ട് എന്താ മറുപടി പറയണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. പലപ്പോഴും ഇത് മിക്ക കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ പറ്റുമെങ്കിൽ വേറെ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വേറെ വിട്ടേക്കുക. അപ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ ഉള്ള അഭിപ്രായങ്ങളെല്ലാം തുറന്നു പറയാൻ അവർക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉറക്കെ സംസാരിക്കണോ സംസാരിക്കാം, പതുക്കെ സംസാരിക്കണോ സംസാരിക്കാം, അഭിപ്രായങ്ങൾ പറയണോ പറയാം, ഇല്ലേ, സ്നേഹം കാണിക്കണോ കാണിക്കാം, എന്ത് വേണേലും ചെയ്യാം. അപ്പം ആ കുടുംബജീവിതം നന്നായിട്ട് അങ്ങ് പൊക്കോളും. മാതാപിതാക്കൾക്ക് പ്രശ്നമില്ല. കാരണം ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് വരുന്നില്ല. മകൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം വരുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും, ഇല്ലേ? ശരിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പലപ്പോഴും നമ്മുടെ പാർട്ട്ണറായിട്ടാണ് നമ്മുടെ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാർട്ട്ണറായിരിക്കും. പങ്കാളിയേക്കാളും നല്ലത് പാർട്ട്ണർ എന്ന് പറയുന്ന വാക്കാണ്, അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുമ്പം ആ കുടുംബജീവിതം നല്ലതാണ്. അത് പറയാത്തതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നേ. നമ്മൾ ഓർക്കും എല്ലാം പറഞ്ഞിട്ട് എന്നാ കാര്യം ഇരിക്കണേന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമുക്ക് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ വന്നു കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇനി ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ വരവുകളും ചെലവുകളും നമ്മൾ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ ആ കുടുംബജീവിതം സന്തോഷമാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയ്ക്ക് സാധിക്കും അല്ലെങ്കിൽ ഭർത്താവിന് സാധിക്കും. അത് അവർക്ക് പറ്റുന്ന പോലെ അവർ നമ്മളെ സഹായിച്ചിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെങ്കിൽ പോലും അത് പറഞ്ഞു തീർക്കുക. അപ്പോഴും ആ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു, അപ്പോൾ കുറ്റപ്പെടുത്താതിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഭർത്താവിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റി എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ സങ്കടം തോന്നും. നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നും. നമ്മളോട് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞില്ല, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. എങ്കിലും നമ്മൾ അപ്പോഴൊക്കെ നമ്മുടെ ഭർത്താവിനെ ചേർത്ത് നിർത്തുക. ഭാര്യയ്ക്ക് അതിന് സംഭവിച്ചെങ്കിൽ സാരമില്ലടി ഞാനുണ്ട് എന്നും പറഞ്ഞ് ഭാര്യനെ നമ്മൾ ചേർത്ത് നിർത്തുക. അപ്പോൾ ആ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം നമ്മൾ ഭാര്യനെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കള്ളങ്ങളുണ്ടായ, ഭാര്യയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കള്ളങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് തീർത്താൻ നല്ലത്. ഇല്ല, ഇനി തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്, അവർക്ക് അത് സ്വകാര്യമായിട്ട് വെക്കാൻ ഇഷ്ടമെങ്കിൽ അത് കിള്ളിച്ചെറിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ സ്വകാര്യതയ്ക്ക് വിട്ടുകൊടുത്തേക്കുക. എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആരോടും പറയാൻ ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിലുണ്ടായിരിക്കും. അതൊക്കെ കിള്ളിച്ചെറിഞ്ഞ് ചോദിക്കാതിരിക്കുന്നത് നല്ലതല്ലേ? അത് അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്കുക. അത് അവരുടെ ഉള്ളിൻ്റെ സ്വകാര്യതയായിട്ട്
അവർ ഇരുന്നോട്ടെ എന്ന് വയ്ക്കുക. അതെല്ലാം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെ അതിനെ പിടിച്ചിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ല, നിങ്ങൾ അതിനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നൊന്നും പറയാനിട വരുത്തത്. പിന്നെ ആരെങ്കിലും വന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അയാൾക്ക് ഇന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഭാര്യ വീട്ടുകാരിങ്ങനെയാണ്, ഭർത്താവ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ മൂന്നാമനൊരാൾ വന്ന് പറയുമ്പോൾ അതിനൊന്നും വില കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ അയാൾ ശരിയായിരിക്കാം പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി അതൊന്നും ബാധകമല്ല, അതൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അതിനൊന്നും വലിച്ചഴിച്ച് കൊണ്ടുവരുന്നില്ല എന്ന് നമ്മളങ്ങ് ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്മുടെ വീട്ടിലേക്ക് പറയാൻ വരില്ല. നമ്മളതിന് ചെവി കൊടുത്തുകൊണ്ടിരുന്നത് കേൾക്കാനിരിക്കുമ്പോഴാണ് കുറേ ഇല്ലാത്ത അവിഹിതങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പറയാൻ വരുന്നത് കേൾക്കാതിരിക്കുക. അതിനൊക്കെ അതേപടി തട്ടിക്കളഞ്ഞേക്കുക. അതൊക്കെ ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ ഉള്ളതായിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല എന്ന് മാത്രം വിചാരിക്കുക. നമ്മൾ തെറ്റിലേക്ക് ഇനി പോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇല്ലാത്ത കാര്യങ്ങൾ ഒത്തിരി പേര് പറഞ്ഞുണ്ടാക്കാൻ എന്ത് ഉത്സാഹം എന്നറിയാം ജനങ്ങൾക്ക്. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഒരാളെക്കുറിച്ച് മോശം പറയാൻ ഭയങ്കര നാവ മനുഷ്യർക്ക്. അതങ്ങനെയായിരിക്കുക. പിന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് നമ്മുടെ ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും. പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. നമ്മൾ നല്ലതാട്ടോടി അല്ലെങ്കിൽ നല്ലതാട്ടോ ചേട്ടാ എന്നിങ്ങനെ പറയാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇടയ്ക്കുള്ള ആ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്കുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകും, നല്ല സ്ട്രോങ് ആയിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ഒരു ചെറിയ ഒരു തലവേദന വന്നാൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക. കാരണം അതിന് മരുന്ന് വെച്ച് ഒരു ചെറിയ ബാം പുരട്ടി കൊടുത്താൽ പോലും മതി. അതൊക്കെ ഒരാശ്വാസമാണ്. നമ്മൾ നോക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാകും. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാട്ടോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതും കഴിച്ചു കഴിഞ്ഞുമായ പിള്ളേർക്ക്. പ്രായമായവർക്ക് അവർക്കറിയാം. ഒരുമാതിരി എല്ലാവരും തന്നെ ഒരുമാതിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയവരായിരിക്കാം. അവർക്കും ഇതെന്തെങ്കിലും ഗുണം ചെയ്യുമെങ്കിൽ നല്ല കാര്യമല്ലേ. ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെ പരിഹരിച്ചു പോവുകയുണ്ടല്ലോ, എന്ത് സന്തോഷകരമാണെന്നറിയാം കുടുംബജീവിതം. പിന്നെ ആരെയും നിയന്ത്രിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഭർത്താവിനെയാണെങ്കിലും ഭാര്യേനെയാണെങ്കിലും അവിടെ പോവരുത്, ഇവിടെ പോവരുത്, നിന്റെ ശമ്പളം ഇന്നത് എനിക്ക് തന്നെ, നീ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, നിന്റെ വീട്ടിൽ പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിബന്ധനകൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക. അതൊന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഭർത്താവിനോട് പറയാം നിങ്ങളുടെ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോകരുതെന്ന് പറഞ്ഞാൽ. ഭാര്യയോട് പറയുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റമില്ല? അത് നമ്മൾ ചിന്തിക്കണം. ഭാര്യയ്ക്കും അവരെ വളർത്തിവിട്ട അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോകാനുള്ള അവകാശമുണ്ട് എന്നും പറഞ്ഞ് സ്ഥിരം പോകുന്നതിനെയല്ല ഞാൻ പറയുന്നത്. ഒരു മാസത്തിലോ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ പോയി കാണുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. ഭർത്താവിനെ ആ വീട്ടിലാണെങ്കിലും പോയി ആ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാനുള്ള അവകാശം ആ ഭർത്താവിനും ആ ഭാര്യയ്ക്കും ഉണ്ട്. 2 പേരും കൂടെ പോയി അച്ഛനെയും അമ്മേനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അത് ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാണെങ്കിലും ഭാര്യയുടെ വീട്ടിൽ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയാം. ചില കുടുംബങ്ങളിലൊക്കെ കല്യാണങ്ങളൊക്കെ വിളിക്കുക. അപ്പം ഭർത്താവിനോടായിരിക്കും പറഞ്ഞേക്കണം, ഭാര്യ അറിഞ്ഞു കാണില്ല. അപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുമ്പായിരിക്കും ഭർത്താവ് പറയണം, കല്യാണം വിളിച്ചിട്ടുണ്ടോ പോകാട്ടോ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ചെയ്യണം, കല്യാണമൊക്കെ വിളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഭാര്യയോട് പറയണം, എടി എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോകണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞാൽ ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ്. ചില ഭാര്യമാരതിന് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഭർത്താവ് ഒരു കാര്യം ചെയ്യണം, നല്ല കൗശലക്കാരനായിട്ട് നിന്നിട്ട് ഭാര്യയോട് പറയണം, നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോകണം കേട്ടോ, നിന്നോടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയണം. ചില മനുഷ്യരുടെ വിവരക്കേട് കൊണ്ട് ചിലർ എല്ലാവരും കൂടെ വരണം കേട്ടോ എന്നൊന്നും പറയില്ല. നീ വന്നേക്കണം കേട്ടോ എന്നൊക്കെ പറയണവരുണ്ട്. സഹോദരങ്ങളാണെങ്കിൽ പോലും എടാ നീ വന്നേക്കണം കേട്ടോ കല്യാണത്തിന് എന്നിങ്ങനെ പറയും. അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഭാര്യേനെയും കൂടെ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും വിളിക്കുമ്പോൾ പറയണം എല്ലാവരും കൂടെ വന്നേക്കണം കേട്ടോ എന്നിങ്ങനെ പറയുന്നതാണ് ഒരു മാന്യതയുടെ ഭാഗം. അങ്ങനെയൊക്കെ വിളിക്കുക. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരു പുറത്തൊക്കെ പോയി ഒരു ചെറിയ സമയങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. പുറത്തൊക്കെ പോയി സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകുമ്പോൾ വാടി നീ കൂടെ വാ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊണ്ടുപോവുകയും ഭർത്താവിനെ ആണെങ്കിലും എവിടെയെങ്കിലും ഭാര്യമാരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ഒരു അനുവാദമൊക്കെ ചോദിക്കുമ്പോഴും ആ കുടുംബജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ കുടുംബജീവിതം നന്നാവുള്ളൂ. ഇതിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഓർക്കും? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ എന്നോർക്കും. ഇല്ല കേട്ടോ. ഒരു 95% വീടുകളിലും ഇങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളേ പറയില്ലാത്ത മനുഷ്യരാണ്. പരസ്പരം ഒരു കാര്യം ചർച്ച ചെയ്യില്ലാത്ത മനുഷ്യരാണ്. കുറച്ച് വീടുകളിൽ സേഫായിട്ടിരിക്കുന്നവരുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും പറയണതും പോണതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഉണ്ട്. ബാക്കി മുഴുവൻ സമയം അട്ടികൂടി പടകൂടി പരസ്പരം മിണ്ടില്ലാതെ ഇരിക്കുന്ന കുടുംബങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു 20 കൂട്ടുകാരികളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 15 പേര് സങ്കടത്തോടെ കഴിയുന്നവരാണ്. കാരണം അവരുടെ ആരോടും ചോദിക്കാനില്ല, ആരും മിണ്ടണില്ല, ആരും പറയണില്ല, ഒരു കാര്യം അന്വേഷിക്കണില്ല. പല കാര്യങ്ങളും തലയിൽ വന്ന് കയറുമ്പോൾ അവരറിയുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ ദുഃഖിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഇതൊക്കെയാണ് മനുഷ്യജീവിതത്തിൽ നടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ കാലം പോട്ടെ എന്ന് വയ്ക്കാം, ഇനി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാമെന്നേ ഉള്ളൂ. പക്ഷേ ഇനി വരുന്ന കൊച്ചു കുട്ടികളോടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചാൽ അവരെ വേറെ താമസിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. കാരണം അവർക്കൊരു വോയിസ് ഉണ്ടാകണമെങ്കിൽ അവർ തന്നെ താമസിക്കണം. അവർ പരസ്പരം എല്ലാം പറഞ്ഞ് സംസാരിച്ചാൽ മാത്രമേ അവരുടെ കുടുംബം സന്തോഷകരമായിട്ടുള്ളൂ. നമ്മളെ വന്ന് അന്വേഷിക്കുന്ന ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ വന്ന് അന്വേഷിക്കുന്ന രീതിയിൽ ആയിരിക്കണം. തൊട്ടടുത്താണെങ്കിലും നമ്മൾ മാറ്റി താമസിപ്പിക്കണം. അപ്പോൾ ആ ബന്ധം കൂടുതൽ സ്നേഹമുള്ളതായിരിക്കും. അങ്ങനെയുള്ള അമ്മായിയമ്മ മരുമകൾ പോരുകളില്ല അവിടെ. കാരണം അവരവരുടെ കാര്യം നോക്കിയല്ലേ, ഓരോരുത്തരുടെ കാര്യം നോക്കിയാണ്. ഇപ്പം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഉടനെ പോയി മരുന്ന് മേടിക്കാനും അവരുടെ കൂടെ 2 ദിവസം നിൽക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം. അതൊന്നും ഒരു പ്രശ്നമാവില്ല. നമ്മൾ സ്ഥിരം നമ്മുടെ വീടുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് 1ഉം 2ഉം പറഞ്ഞ് ഇങ്ങനെ പറയാനും തോന്നും, പറഞ്ഞു പോകും. അത് പ്രശ്നത്തിലെത്തിക്കുന്നത്. അതാണ് അമ്മായിയമ്മ മരുമകൾ പോലും പറയാം. പിന്നെ എപ്പോഴും മരുമകൾക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം ആ വീട്ടിൽ. കാരണം നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ്. നമ്മുടെ വീട്ടിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയി, അമ്മായിയമ്മയുടെ അമ്മായിപ്പൻ്റെയൊക്കെ ഇനി അവരാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തേക്കണം. അല്ലാണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാവുകയുള്ളൂ. അത് മനസ്സിലാക്കില്ല. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ അമ്മായിയമ്മയും തയ്യാറാകണം. അതേപോലെ മകനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇടപെടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പ്രശ്നങ്ങളാണ് അതിനകത്ത് ഇടപെട്ടു, ഭാര്യയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു, ഈ 2 കൂട്ടരെ ഇടപെട്ടിട്ട് പല കാര്യങ്ങളും മകനും മിണ്ടാതിരുന്ന് തന്നെ പഠിക്കണം. ചിലപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങളെന്തേ മിണ്ടാത്തേന്ന് ചോദിക്കണത് വേറെ കാര്യം എടുത്തിട്ടാണ്. ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ എന്നാ അത് അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പോകുമ്പോൾ ചെന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരുമാതിരി സോൾവ് ആവും. അതപ്പോൾ ഭാര്യ വിചാരിക്കണം, അത് അദ്ദേഹം മിണ്ടാണ്ട് പോയതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. 2 കൂട്ടരും 2 പേർക്കും ഭർത്താവിന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് ആ മകൻ അതിനകത്ത് കിടന്ന് ഞാഞ്ഞൂല് കട്ടുറുമ്പിനകത്ത് കണക്ക് കിടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും പറ്റുന്ന കുഴപ്പങ്ങൾ ഇതാണ്. മകൻ ആരുടെ സൈഡ് കൂടാൻ പറ്റും? അമ്മയുടെ സൈഡ് കൂടിയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഭാര്യയുടെ സൈഡ് കൂടിയാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇതിനിടയ്ക്ക് കിടന്ന് പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ചില ആണുങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ വായിൽ നാക്കില്ലേ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഇതെല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മറുമരുന്നെന്ന് പറയുന്നത് ഇവരെ കല്യാണം കഴിക്കുന്നവരെ ഉടനെ മാറ്റി വിട്ടേക്കുക, വേറെ താമസിച്ചോട്ടെ, അവരവരുടെ കാര്യം അവരപ്പോൾ ജീവിക്കാനും പഠിക്കും. ഈ വീട്ടിലേക്ക് എന്തൊക്കെ സാധനം മേടിക്കണമെന്നും വീട്ടിലെന്തൊക്കെ കുറവുകളുണ്ടോ എല്ലാം മേടിക്കാനും ഒക്കെ അവർ പഠിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഇവർ ഒരു കുന്തവും പഠിക്കത്തുമില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിന് പരിഹാരം കാണൽ മാത്രമായിരിക്കും പണി. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്? സമാധാനമല്ലേ വേണ്ടത്? ഈ കൊച്ചു ജീവിതം ആകെ ഈ ലോകത്തിലേക്ക് വന്നേക്കണം കുറച്ച് നാൾ ജീവിക്കാനാണ്. ഇവിടെ വന്നിട്ട് നമ്മളോർക്കും ഒരു 25 വയസ്സ് വരെ മക്കളെ പഠിപ്പീരെന്ന് പറഞ്ഞ് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ അവനെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടറാക്കണം. അത് കഴിഞ്ഞൊരു കേസും ഇല്ല. അതാണ് ഏറ്റവും വലുത്. അതിന് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കി കടം എടുത്താണേലും പഠിപ്പിക്കും. അത് കഴിഞ്ഞ് മകനെ അതാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ മകളെ അതാക്കി കഴിയുമ്പോൾ അവരെ കെട്ടിക്കണം. അത് അവർക്ക് മക്കളുണ്ടായില്ല, അവർക്ക് വീടായില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ പ്രാന്ത് തീർന്ന സമയമില്ല. എപ്പോഴും ഒരു മെൻ്റൽ എല്ലാം നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ അടുത്തതാകുമ്പോഴത്തേന്
പിന്നെ അമ്മായിമ്മ പോരായി, പിന്നെ അവൻ എന്നെ നോക്കുന്നില്ല, ഇവളെന്നെ നോക്കുന്നില്ല, അയാൾ എന്നെ നോക്കുന്നില്ല, ഇങ്ങനെ അലമ്പായി. പിന്നെ കുറേ പേർക്ക് ഡൈവോഴ്സ്, അത് ഇതെന്ന് പറഞ്ഞ് അത്തായി, വേർപിരിഞ്ഞു, മക്കളായി. പിന്നെ ഇത് വീണ്ടും തുടങ്ങുക. മക്കളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം പഠിപ്പിക്കണം, നല്ല സ്കൂളുകൾ നോക്കുന്നു, അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, എവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ ലോകത്ത് സമാധാനം കിട്ടുന്ന പ്രസ്താവന ഇല്ല എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഈ പ്രസ്ഥാനം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും, സമാധാനമില്ലായി കൂടെ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളായിട്ടൊരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ ആരും ആരുടെ മുഖങ്ങൾ കാണാത്തത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. അവിടെ കാണുന്നത് ഭാര്യ ഭർത്താവിൻ്റെ മുഖം മാത്രം. അവർ ഇഷ്ടപ്പെട്ടാണല്ലോ, അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. എന്തെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചും പൊക്കോളും. പിന്നെ എപ്പോഴും സംസാരത്തിനൊരു മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. സംസാരമാണ് മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രവൃത്തിയാണ് അവൻ്റെ നിറം. അത് നമ്മൾ ചിന്തിക്കുക. സംസാരത്തിലൂടെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഭംഗിക്ക് സംസാരിക്കാൻ പഠിച്ചാലുണ്ടല്ലോ ആ കുടുംബജീവിതം. കാരണം ഒരു ഒഴുക്കോടുകൂടി, ഒരു തമാശയോടുകൂടി ജീവിതത്തെ കണ്ടു നോക്കിക്കേ, നമുക്കൊരു രസമായിരിക്കും. നമ്മൾ കോമഡി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഇല്ലേ? അവരുടെ സംസാരമല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മുടെ ആ പ്രവൃത്തിയും സംസാരവും എല്ലാം കൂടെ നല്ലതാണെങ്കിലുണ്ടല്ലോ, എല്ലാവരും നമ്മളെ അംഗീകരിക്കും, ആരും നമ്മളെ വെറുക്കില്ല. ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ സംസാരവും ആർക്കും ഇഷ്ടപ്പെടില്ല, നമ്മളെന്താ പറയണമെന്നും ഇഷ്ടപ്പെടില്ല. മറ്റുള്ള പറഞ്ഞു വരുമ്പം ഒരു കഥയില്ലാത്ത കാര്യമായിരിക്കും പറഞ്ഞു തന്നെ. മിക്ക വഴക്കുകളുണ്ടാകുന്നതിനകത്ത് ഒരു കഥയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കുടുംബജീവിതത്തിൽ വരുന്ന വഴക്കുകൾക്ക് അധികവും. അവസാനം അത് ചെറിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഇതിനാണോ ഈ കിടന്ന് അലമ്പുണ്ടാക്കിയെന്ന് വിചാരിക്കുന്ന രീതിയിലേക്കാവും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ മിതത്വം എപ്പോഴും. ഒത്തിരി സംസാരം ഒന്ന് കുറച്ചാൽ മതി. സ്ത്രീകൾക്കുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു വകുപ്പാണ് സംസാരം. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം കൊണ്ട് തലയിട്ട് കൊടുക്കുന്ന സ്വഭാവം നിർത്തുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം സന്തോഷമാണ്. അപ്പം ഇങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷവന്മാരായിട്ട് ഏത് സമയം ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളിലേക്ക് സന്തോഷം നിറച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകളെ അധികവും വരുള്ളൂ. പോസിറ്റീവൊന്നും അധികം ആരുടെയും മനസ്സിൽ വരില്ല. എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതിനെ മാറ്റാൻ നമ്മൾ മനഃപൂർവ്വം നമ്മൾ മനസ്സുകൊണ്ട് എനിക്കത് വേണ്ട, എൻ്റെ മനസ്സിലേക്ക് അത് വരണ്ട എന്നുള്ള ചിന്തയിൽ അതിലെ പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് സന്തോഷവന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാ വേണ്ടത് കേട്ടോ. അല്ലാതെ ഈ നെഗറ്റീവ് എല്ലാം കൂടെ കയറ്റി വെച്ച് നമുക്ക് വട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.